മറ്റുള്ളവർ പറയുന്ന ലേബൽ അനുസരിച്ച് മറ്റുള്ളവർ പറയുന്നത് അതേപടി വിശ്വസിച്ച് ജീവിച്ചാൽ സന്തോഷിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, എന്താ സിസ്റ്റർ പറഞ്ഞ് മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ അക്സെപ്റ്റ് ചെയ്ത് അത് ആണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവന് ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ, ഒരിക്കലേ ഒരു കായലരികത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു. ഓക്കെ, എന്താ തെങ്ങ്, അല്ല നെട്ടറ നിൽക്കുന്ന നല്ല പുഷ്ടിയുള്ള ഒരു തെങ്ങ്. ഓക്കെ, ഈ തെങ്ങ് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഉണരുന്നത് ഈ കായലിൽ മീൻ വാങ്ങാൻ പോകാൻ കുറേ ചേച്ചിമാർ പോവും. ഓക്കെ, രാത്രി ചേട്ടന്മാർ കായലിൽ പോയി മീൻ പിടിച്ച് കൊണ്ടുവരുന്നു. ഈ ചേച്ചിമാരിങ്ങനെ വലിയ കുട്ടയുമായിട്ട് പോകുന്നു. പോയി വാങ്ങിച്ച് ഇവരിങ്ങനെ കലവലാ സംസാരിച്ച് 2 നേരം ഒന്നിച്ച് പോകുമ്പോൾ സംസാരിക്കുമല്ലോ. ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അവരുടെ സംസാരം കേട്ടാണ് ഈ നല്ല മിടുക്കനായ തെങ്ങ് ഉണരുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഉണർന്ന് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉണർന്നു, അത് കഴിഞ്ഞ് ചുറ്റുവട്ടമൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ നിൽക്കുമായിരുന്നേ. ക്രമേണ എന്താ സമയം മാറി, 10 മണിയായി, 11 മണിയായി, 12 മണിയായി. 12 മണിയായപ്പം സൂര്യൻ തലയ്ക്ക് മുകളിൽ വരും അല്ലേ. അപ്പം നല്ല ചൂടായിരിക്കും, നിഴൽ കാണില്ല. ഈ സമയത്ത് ഒരു ഇങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ഒരു ചേട്ടൻ, അപ്പോൾ ദൂരേന്ന് ഇങ്ങനെ ചേട്ടൻ നടന്നു വരികയാണ്. അപ്പോൾ തെങ്ങിന് കാണാം, തെങ്ങിനെ ലക്ഷ്യം വെച്ചാണ് ഈ ചേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ ഈ തെങ്ങ് അങ്ങനെ കാത്തുന്നു. ആ ചേട്ടൻ ഇങ്ങനെ നടന്ന് ഈ തെങ്ങിൻ്റെ അടുത്ത് വന്നു. തെങ്ങിൻ്റെ അടുത്ത് വന്നപ്പോൾ അയാളുടെ മുഖം മാറി. അയാളിങ്ങനെ നോക്കിയിട്ട് പറയാം, അല്ലയോ തെങ്ങേ, നീ എത്ര കാലമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, നിനക്കൊരു ശാഖയുണ്ടോ? ഓക്കെ, നീ ഒരു നടന്ന് ക്ഷീണിച്ച് വരുന്നവന് അറ്റ്ലീസ്റ്റ് ഇച്ചിരി നിഴൽ കൊടുത്തൂടെ? നിനക്കതുണ്ടോ? നിൻ്റെ ഇലകളൊക്കെ എന്താ ഇങ്ങനെ കോലുപോലെ ഇരിക്കുന്ന അറിയാലോ, തെങ്ങിന് നിഴലില്ല. അപ്പോൾ ഇങ്ങനെ കോലുപോലെ ഇരിക്കുന്നു, ഒരു ബ്രാഞ്ചസ് ഇല്ല, ഒരു ശാഖയില്ല. നീ മറ്റ് മറ്റ് വൃക്ഷങ്ങളെയൊക്കെ നോക്കൂ, അവർ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, മാവ് കണ്ടില്ലേ, പിന്നെ എന്താ പ്ലാവ് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഓരോ മരത്തെയൊക്കെ കാണിച്ചു കൊടുത്ത് പറയുവാണ്, കണ്ടോ ഇതൊക്കെ എങ്ങനെയുണ്ട്, നീ എന്താ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒരാൾക്ക് ഇച്ചിരിയെങ്കിലും കൊടുത്തൂടെ എന്ന് പറഞ്ഞ് ഈ തെങ്ങിനെ കുറ്റം പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ തെങ്ങിങ്ങനെ ശ്രദ്ധാപൂർവ്വം എല്ലാം കേട്ടു. ഒരു മറുപടിയും കൊടുത്തില്ല, പക്ഷെ പുള്ളിക്കാരത്തി ഇങ്ങനെ കേട്ടു. കുറച്ച് കഴിഞ്ഞ് അയാൾ പറഞ്ഞ് ഇതിനെ നോക്കി ഇത് എന്താ ഇങ്ങനെയൊക്കെ കൈയൊക്കെ കാണിച്ച് ആക്ഷനൊക്കെ കാണിച്ച് അയാൾ അങ്ങ് മുഖം വീർപ്പിച്ച് അങ്ങ് കടന്നുപോയി. അപ്പോൾ ഈ തെങ്ങിങ്ങനെ ഒറ്റയ്ക്ക് ചിന്തിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെയല്ലേ ഒറ്റയ്ക്ക് ചിന്തിക്കും, ശരിയാണ്, ആ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്, പണ്ടും വേറൊരു ചേട്ടനും പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ കൊള്ളത്തില്ല, ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ പൊങ്ങിപ്പോകും, നമുക്കിങ്ങനെ എത്തിപ്പിടിക്കാനൊന്നും പറ്റത്തില്ല, ആ ചേട്ടനും പറഞ്ഞു, ഇന്നിതേ ഈ ചേട്ടനും പറഞ്ഞു. അപ്പം ശരിയാണ്, എനിക്ക് ഒരു ഗുണവും ഇല്ല, എനിക്ക് ബ്രാഞ്ചസ് ഇല്ല, ശാഖകളില്ല, ഞാൻ എന്തിനിങ്ങനെ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നു, കഷ്ടപ്പെട്ട് എന്തിനാ ഇങ്ങനെ മണ്ണൊക്കെ വേസ്റ്റാക്കി ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ അങ്ങ് അടുത്ത് കിഴക്കൻ കാറ്റ് വരുമ്പോൾ വൈകുന്നേരം അങ്ങ് താഴെ വീണ് അങ്ങ് ചാകാം. ഓക്കെ, എന്തിനാ ജീവിക്കാം എന്ന് പറഞ്ഞ് ഈ തെങ്ങിങ്ങനെ ഒരുങ്ങി അവസാനം തെങ്ങ് പറയും, ശരിയാ, ചാകാം. അങ്ങനെ വൈകുന്നേരമായി, കിഴക്കൻ കാറ്റ് വന്നു, ഈ തെങ്ങിങ്ങനെ മറിഞ്ഞങ്ങ് വീണു. ഓക്കെ, തെങ്ങ് മറിഞ്ഞ് വീണു, പക്ഷെ അതിന് കേൾക്കാം, അത് ചത്തിട്ടില്ല. ഓക്കെ, മരിച്ചിട്ടില്ല. അപ്പോൾ തെങ്ങിങ്ങനെ ചാഞ്ഞിങ്ങനെ തറയിൽ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ സന്ധ്യയായപ്പോൾ ഒരു കുട്ടി ബാറ്റും ബോളും ഒക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടി കായൽ തീരത്തേക്ക് വന്നു. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ പാടി ചാടി ഓടിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാണുന്നതെന്നാ പതിവില്ലാതെ തെങ്ങ് മറിഞ്ഞു വീണ് കിടക്കുക. ഇവനിങ്ങനെ തെങ്ങിൻ്റെ മണ്ടയിൽ കയറുന്നു, അതിൽ ഒരു കരിക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നു, പൊളിച്ചല്ല ഇങ്ങനെ തിരിക്കിയെടുക്കത്തില്ലേ, എടുത്തു ഒരു പാറ കൊണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ചവൻ കുടിക്കും. എന്നിട്ട് പറയാം, എന്തൊരു ടേസ്റ്റാണ്, എന്തൊരു ജ്യൂസിയാണ്, എന്തൊരു മധുരമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അപ്രീസിയേഷൻ. എന്തൊരു സമയം കുറച്ച് കുടിക്കുന്നു, അത് കരിക്കൊക്കെ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈവൻ പോയി കൂട്ടുകാരെ വിളിക്കുന്നു, വീട്ടിലെ അമ്മയെ വിളിക്കുന്നു, എല്ലാവരും ഇങ്ങനെ പടപോലെ വരുന്നു. എല്ലാവരും കൂടി പറഞ്ഞു, എന്ത് രസം, അതിൻ്റെ തെങ്ങിൻ പൂക്കല എന്ത് രസം, അതിൻ്റെ ഓല എന്ത് രസം, തേങ്ങ കറിക്ക് അരയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. തെങ്ങ് ഇതെല്ലാം ഇങ്ങനെ കിടന്ന് കേൾക്കുവാണ്, പക്ഷെ ഓൾറെഡി അത് മറിഞ്ഞു വീണില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കഥ നമുക്കിവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഇതിൽ നമ്മൾ എത്ര ആൾക്കാരെ കണ്ടു? 3 ക്യാരക്ടേഴ്സ്. ഒന്ന് തെങ്ങ്, ഒന്ന് എന്നാ വഴിയോരത്ത് ക്ഷീണിച്ച് വരുന്ന ഒരു ചേട്ടൻ, രണ്ടാമത്തത് കുട്ടി.
ഓക്കെ, ഈ 3 ക്യാരക്ടേഴ്സിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ നമ്മളാകും. തെങ്ങിൻ്റെ സ്വഭാവം എന്താ? മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അത് കേൾക്കുന്നു, അത് അംഗീകരിക്കുന്നു, അത് എൻ്റേതാക്കി മാറ്റുന്നു, ആ ലേബൽ ഇങ്ങനെ ഒട്ടിച്ച് ശരിയാണ്, ഞാൻ അങ്ങനത്തെ വ്യക്തിയാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല, ശരിയാണ്, അയാൾ പറഞ്ഞു അത് കറക്റ്റ്, ആ ലേബൽ ഒട്ടിച്ച് ജീവിക്കുന്നു, വിശ്വസിക്കുന്നു, അതനുസരിച്ച് ജീവിച്ച് അവസാനം ക്ലൈമാക്സ് മനസ്സിലായല്ലോ, സാഡാണ്. രണ്ടാമത്തെ ആളിന് എല്ലാ കാര്യത്തിനും കുറ്റം പറയും. നല്ലതാണോ ആദ്യം വരുന്നത്? ഒരു സംഭവം വന്നപ്പോൾ തെങ്ങിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപകാരമാണ് അല്ലേ, എല്ലാം അത് ഉപകാരമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും കാണാതെ അതിൻ്റെ ഒരു കുറവിനെ ഇങ്ങനെ സൂം ചെയ്ത് അതിനെ കണ്ട് കുറ്റപ്പെടുത്തി ശകാരിച്ച് ജീവിക്കുന്നത്. ചില ആൾക്കാർ അങ്ങനെയല്ലേ, ഏതിനും നെഗറ്റീവേ കാണത്തുള്ളൂ. അതുപോലുള്ള മനുഷ്യനാകാം നമുക്കും. മൂന്നാമത്തെ തന്നെ കുട്ടി എന്തിലും സന്തോഷം കണ്ടെത്തുന്ന, അല്ല എന്തെങ്കിലും പോസിറ്റീവായിട്ട് കണ്ടെത്തി പോസിറ്റീവായിട്ട് പറയുന്ന, അഭിനന്ദിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവം. ഓക്കെ, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ തെങ്ങിനെ പോലെ ആകാം, 2 തളർന്നു വരുന്ന വഴിയാത്രക്കാരനെ പോലെ ആകാം, 3 കുട്ടിയുടെ സ്വഭാവവും നമുക്കാകാം. എൻ്റെ മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നേരത്തെ സിസ്റ്റർ പറഞ്ഞില്ലേ, മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച്, ഇപ്പോൾ ടീച്ചർ പറയുവാണ് നീ ഇതിന് പഠിക്കത്തില്ല, നീ കൊള്ളത്തില്ല, നീ വേണമെങ്കിൽ TC വാങ്ങിച്ചു പോ. ടീച്ചർ ആ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും, കാരണം നമ്മളോട് പലതവണ പറഞ്ഞിട്ട് ആ വിഷയം നമ്മൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം, നമ്മൾ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ടാകാം അന്ന് കാണിക്കാത്തത്, മാർക്ക് കുറഞ്ഞു പോയത്. പക്ഷെ നമ്മൾ ആ ടീച്ചർ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ കൊള്ളില്ല, ഓക്കെ, ഞാൻ അങ്ങനത്തെ ആളല്ല. ഇപ്പം വീട്ടിൽ ആരെങ്കിലും, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലേ, നമ്മളെപ്പോലെ നല്ല മിടുക്കരാകണമെന്നില്ല. ചിലപ്പോൾ അവർ വാക്കുകളൊക്കെ പറയുമ്പോൾ മോശം പറയുമായിരിക്കും. അപ്പോൾ ദേഷ്യം കയറുമ്പോൾ ചിലവർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, അങ്ങനെ പറയുന്നതായിരിക്കാം. ചിലപ്പോൾ നീ ഗുണം പിടിക്കത്തില്ല അല്ലേ, നീ അവനെ കണ്ടുപിടിക്ക്, എപ്പോഴും നീ എന്താ ഇങ്ങനെ ചെയ്യണേ, അവളെ നോക്ക് എന്ത് ഭംഗിയായിട്ട് ചെയ്യുന്നത്, അത് ചിലപ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ. അപ്പോൾ അവർ പറയുന്ന ഈ വാക്കുകൾ മാത്രം നമ്മൾ, ഈ പശു അയവർക്കില്ലേ ദഹിക്കാത്ത ഭക്ഷണം ഇങ്ങനെ ഛർദ്ദിക്കുന്നത് പോലെ അല്ലെ തികട്ടി വരുന്നത് പോലെ, ഇത് മാത്രം ഇങ്ങനെ എടുത്തു വെച്ച് നമ്മൾ ആലോചിച്ച് അത് ഭയങ്കര പ്രശ്നമാക്കി മാറ്റും. അപ്പം അങ്ങനെ വേണ്ട, നമുക്ക് തെങ്ങിൻ്റെ സ്വഭാവം നമുക്ക് വേണ്ട. നമുക്ക് കുട്ടിയുടെ സ്വഭാവം എടുക്കാം. ഓക്കെ, എല്ലാത്തിലും നന്മ കണ്ടെത്തുന്ന, എല്ലാത്തിലും കുറവുകളെ മിനിമൈസ് ചെയ്ത് പ്ലസ് പോയിൻറ്റ്സിനെ മാക്സിമൈസ് ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നമുക്കെടുക്കാം. ഓക്കെ, ഇനി അടുത്ത വഴിയാത്രക്കാരനെ പോലെ എപ്പോഴും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവവും നമുക്ക് വേണ്ട. നമ്മൾ വേദനിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിക്കണോ? നമുക്ക് സന്തോഷിപ്പിച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും ഓർക്കുമല്ലോ.